നമ്മൾ നേരത്തെ കണ്ട വാർത്ത തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ച അധ്യാപകനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. കുട്ടികളോട് മോശമായി പെരുമാറി എന്നാണ്. ഈ വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഒന്ന് കാണാം. ഈ ക്യാമ്പ് നടത്തുന്നതിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ആ ലക്ഷ്യങ്ങളിൽ എല്ലാവരും ഒരേപോലെ സഹകരിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പൊ അത് സഹകരിക്കാതിരുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. അതാണ് അദ്ദേഹം പിന്നെ പെട്ടെന്ന് ഇത് ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഈ ക്യാമ്പിന്റെ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോയത് കൊണ്ടാണോ അധ്യാപകൻ പെൺകുട്ടിയോട് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നത്? കാരണം കുട്ടികളോട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അപരാധമാണ്. ഒരു അധ്യാപകന്റെ നിലവാരത്തിൽ നിരക്കുന്ന രീതിയല്ല അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? സെന്റ് സേവിയേഴ്സ് കോളേജിലെ കുട്ടികൾ ഈ പ്രതിഷേധം മതിയാക്കി പിരിഞ്ഞു പോകാൻ ഉള്ള സാഹചര്യം എന്തെങ്കിലും ഇവിടെ ഉരുത്തിരിയുന്നുണ്ടോ? ഇല്ല എസ്കേൻ, ഇപ്പോഴും വിദ്യാർത്ഥികൾ ഇവിടെ തന്നെയാണ്. 3:30 മണിക്ക്, അതായത് ഉച്ചയ്ക്ക് ശേഷം 3:30 മണി മുതൽ വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികളെ അകത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ അകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. പ്രിൻസിപ്പൽ അകത്തുണ്ട്. പ്രിൻസിപ്പലിന്റെ ന്യായീകരണം ഈ പറഞ്ഞതുപോലെ അധ്യാപകന്, അതായത് രമേശ് എന്ന് പറയുന്ന അധ്യാപകന് ക്യാമ്പ് നടത്തിപ്പിന്റെ ചില സമ്മർദ്ദമുണ്ടായിരുന്നു. ചില വിദ്യാർത്ഥിനികൾ ഇതിൽ സഹകരിച്ചില്ല. അതേ തുടർന്നാണ് ഇത്തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചത്. എന്നാൽ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിനും അദ്ദേഹം ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഈ അധ്യാപകൻ തമിഴ്നാട് കേരള ബോർഡറാണ്, അദ്ദേഹത്തിന്റെ കൊളോക്കിയൽ ലാംഗ്വേജിൽ വന്നതാണെന്ന്. ഏത് കൊളോക്കിയൽ ലാംഗ്വേജിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഒരർത്ഥമേ ഉള്ളൂ, അത് സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. എന്തായാലും വിദ്യാർത്ഥിനികളുണ്ട്. നിങ്ങളോടും ഇതേ വിശദീകരണം തന്നെയാണോ ആദ്യം പ്രിൻസിപ്പൽ പറഞ്ഞത്? പ്രിൻസിപ്പലിനോട് വന്ന് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പ്രിൻസിപ്പൽ ഇത് തന്നെയാണ് പറഞ്ഞത്. സാർ അല്ലെങ്കിലും ഇവിടെ ടീച്ചേഴ്സിന്റെ സ്റ്റാഫ്സിന്റെ മീറ്റിംഗിലും സാർ ഇതേപോലൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പിന്നെ വെറുതെ പോട്ടേന്ന് വെച്ചിട്ടാണ്. സാറിന്റെ സംസാരം അങ്ങനെയാണ്, തുടക്കം മുതലേ സാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പ്രിൻസിപ്പൽ ആയാലും പറഞ്ഞത്. ഈ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്? അതെ, ഞങ്ങള് സാറിന്റെ അടുത്ത് പ്രിൻസിപ്പൽ സാറടുത്ത് പറഞ്ഞിരുന്നു. അന്വേഷണം നടക്കുന്ന സമയം സാറിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് സാർ പ്രിൻസിപ്പൽ സാർ അതിനോടുള്ള നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത് അദ്ദേഹത്തിനോട് അവധിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കാൻ ഒരു അധ്യാപകരുടെ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തനിക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമല്ല, അത് മാനേജർക്കാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടപടി മാനേജറാണ് എടുക്കേണ്ടത് എന്നാണ്. എന്തായാലും വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു ന്യായീകരണമാണ് അവർ പറയുന്നത്. ഇല്ല, ഇതിനു മുന്നേ നമ്മളിവിടെ സമരം തുടങ്ങി ഒരു 6 മണി അടുപ്പിച്ചായപ്പോഴത്തേക്കും ഒരു ന്യൂസുമായിട്ട് പുറത്ത് വന്നിരുന്നു. വിദ്യാർത്ഥികളെ 1-2 പേര് കയറി സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് 2 ദിവസത്തേക്ക് വേണമെങ്കിൽ സസ്പെൻഷൻ തരാം എന്ന്. അധികാരം ഇല്ലാന്നും അവർ തന്നെയാണ് പറയുന്നത്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് 2 ദിവസം സസ്പെൻഷൻ തരാം എന്നും അവർ തന്നെയാണ് പറയുന്നത്. ഇതെന്താ അടിസ്ഥാനത്തിലാണ് മാറ്റി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പരാതികൾ നൽകിയ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ വിളിച്ച് മാനേജർ വിളിച്ചിരുന്നു. എൻ്റെ വീട്ടിലും ഇതേപോലെ ഈ 14 കുട്ടികളുടെ വീട്ടിലും വിളിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞാണോ ഇത് ചെയ്യുന്നത്, നിങ്ങളും കൂടെ അറിഞ്ഞാണോ ഈ പരാതി കൊടുത്തിരുന്നെന്നുള്ള രീതിയിലാണ് സംസാരം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അറിയാം. എന്തായാലും എസ്കേൻ അകത്ത് ചർച്ച നടത്തുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ പരാതിയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിദ്യാർത്ഥിനികളുടെ തീരുമാനം. എസ്കേൻ. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനികളോട് അപമര്യാദ പെരുമാറിയ അധ്യാപകനുള്ള പ്രതിഷേധ സൂചകമായ കുറച്ചധികം സമയമായി കുട്ടികൾ സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നേരിയ രീതിയിൽ സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.